കടമറ്റത്ത് കത്തനാരെ പറ്റി കേട്ടിട്ടില്ലേ? ക്രിസ്ത്യൻ വിശ്വാസപ്രകാരമുള്ളതല്ലാത്ത ചില മലയോര ആചാരപ്രകാരമുള്ള മാന്ത്രിക താന്ത്രിക ക്രിയാപ്രയോഗങ്ങൾ ചെയ്തു വന്നതായിട്ട്. ഇവിടെ മാന്ത്രിക താന്ത്രിക വൃത്തിയിൽ പേരുകേട്ട ചിറ്റൂർ മനത്തറവാട്ടിലെ ഇപ്പോഴത്തെ തലമുറക്കാരനായ പോറ്റി, അയാൾ വെസ്റ്റേൺ മന്ത്രതന്ത്രങ്ങൾ ഉപയോഗിച്ച് അമാനുഷികമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ കണ്ടെത്തൽ പ്രകാരം അയാൾ ഓജോ ബോർഡിൻ്റെ മറവിൽ അയാളുടെ ഉപാസനാമൂർത്തിയായ അസാസൽ എന്ന ചെകുത്താനെ സംപ്രീതിപ്പെടുത്തുന്നു. അസാസലിനെ സംപ്രീതിപ്പെടുത്താൻ അയാൾ ചെറിയ കുട്ടികളുടെ ചോര കാണിക്കയായി അതിന് നൽകുന്നു. സാറേ സാറേ ആ കിങ്സ് കിട്ടിയില്ല, ഇതേ ഉള്ളൂ. ആ ഇത് മതി. സഞ്ജയ്, താൻ സർവീസിൽ എഴുതി കയറിയതാണല്ലേ? എത്രയായി കയറിയിട്ട്? കയറിയിട്ട് ഈ വരുന്ന ജൂലൈയിൽ ഒരു വർഷമാവും സാറേ. എടോ, തനിക്ക് പോലീസ് തന്നെ ചേരണമെന്നായിരുന്നു, അതോ വന്ന് പെട്ടതാ? അയ്യോ അതെ സാറേ, ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു പോലീസാണെന്ന്. പക്ഷേ മിനിമം ഒരു SI ആയിട്ടെങ്കിലും കയറണം എന്നായിരുന്നു. ഇവിടെ ഒരു കോൺസ്റ്റബിളൊക്കെ ആയിട്ടിരിക്കുകയാണോ നല്ലത്? ഈ SI ഒക്കെ ആയി കഴിഞ്ഞാൽ കാണുന്ന ലുക്കും ശമ്പളവും മാത്രമൊക്കെ തന്നെ ഉള്ളൂ. പ്രഷറുണ്ടല്ലോ. എടോ, താനൊന്ന് പറഞ്ഞില്ലേ ഓജോ ബോർഡിൻ്റെ കാര്യം? അയാളെപ്പറ്റി ഞാൻ അന്വേഷിച്ചു. സംഗതി ഉള്ളത് തന്നെയാണ്. കേസിന് വേറെ തെളിവില്ലാത്തതുകൊണ്ട് ഇനി അതേ രക്ഷയുള്ളൂ. സാറ് ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ? ഈ കേസിനൊരു തുമ്പുണ്ടാക്കിയില്ലേ, അടുത്ത സ്ഥലം മാറ്റം തരുമെന്ന് ആ കമ്മീഷണർ നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മുകളിൽ നിന്നുള്ള പ്രഷർ താങ്ങാൻ പറ്റണില്ല. വായിര് അടുത്ത സൺഡേ തന്നെ പോകണം ആ ഓജോ ബോർഡ് ചെയ്യുന്ന ആളുടെ അടുത്തേക്ക്. പിന്നെ താനും വരണം. താൻ മുന്നേ അവിടെ പോയിട്ടുള്ളതല്ലേ? സാറപ്പോൾ ഉറപ്പിച്ചിട്ട് തന്നെയാണല്ലേ? ഞാനന്ന് പോയത് ഹക്കീം സാറിൻ്റെ പരിചയത്തിലാണ്. പുള്ളിയൊന്ന് വിളിക്കണം. ഏതെങ്കിലും കോപ്പനെ വിളിക്ക്. ഡോ, സാർ വന്ന് കയറടോ. സ്റ്റേഷനിലൊന്ന് കയറണം, എന്നിട്ട് പോവാം. ഇങ്ങനൊരു കാര്യത്തിന് തോമസ് സാർ എന്നെ നേരിട്ട് വിളിക്കായിരുന്നില്ലേ? ചമ്മല് കാണും. പുള്ളിക്ക് ഇതിനൊന്നും വിശ്വാസമില്ലാത്തല്ലേ? കാണും. സ്ഥലം മാറ്റം കിട്ടിയ പിന്നെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് പോലുമില്ല. അതെ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അതൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ ചെന്നാൽ മതി. ഈ വരുന്ന സൺഡേ അല്ലേ? തേജ സാറ് ഭയങ്കര എക്സൈറ്റ്മെന്റില്ല, പക്ഷെ പുറത്ത് കാണിക്കുന്നില്ല. സഞ്ജയ്, അറിയാനുള്ള കാര്യങ്ങളൊക്കെ? തമാശ അല്ല, ഓർമ്മയില്ല ഐസക് സാറിനെ? അല്ലാ, അന്ന് ഞാനാണ് അയാളെ കയറ് മുറിച്ച് നിലത്തിറക്കിയത്. ഉള്ളിൽ ചെറിയ ഭയമുണ്ടായിരുന്നെങ്കിലും അടുത്ത ഞായറാഴ്ച തന്നെ ഞാൻ തേജ സാറിനോടൊപ്പം ചിറ്റൂർ മനയിലെത്തി. അല്ല, ഹക്കീം സാറ്? ഹക്കീം പറഞ്ഞ ആൾക്കാരാണല്ലേ? കയറി വാ. പോറ്റി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ
നിങ്ങൾക്ക് കേസിനെ പറ്റി അറിയണം അല്ലേ? അതെ. ശരിക്കും ആലോചിച്ചിട്ടാണോ വന്നിട്ടുള്ളത്? ആ, കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാറിന് ഈ കാര്യത്തിലൊന്നും അത്ര വിശ്വാസമില്ലല്ലേ? ഞാനിതൊന്നും അത്ര വിശ്വസിക്കുന്ന ആളല്ല. പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. പരീക്ഷിക്കരുത്, വിശ്വസിക്കണം. വിശ്വാസമില്ലാത്തൊരു കാര്യം ഫലമുണ്ടാവില്ല. ശരിയാ. ഞാൻ നിങ്ങളെ സഹായിക്കാം. വരുന്ന ആത്മാവിനെ നിങ്ങൾ ഒരിക്കലും അടിമപ്പെടരുത്. അങ്ങനെ സംഭവിച്ച അത് നിങ്ങളുടെ ആത്മാവിനെയും ബാധിക്കും. ആൻഡ് ഇറ്റ്സ് എ ഡെത്ത് സ്പെൽ ഓഫ് എ ഡെത്ത് ഗെയിം. അയാൾ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എന്തിനാണെന്ന് അറിയില്ലായിരുന്നു. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. 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 ഗുഡ് സ്പിരിറ്റ്. അയാളുടെ മുഖവും ഭാവവുമെല്ലാം മാറി മാറി വരുന്നത് ഞാൻ കണ്ടു. എനിക്കുള്ളിൽ ഭയവും ആകാംക്ഷയും ഏറി വരുന്നത് ഞാൻ അറിഞ്ഞു. തേജസാർ അപ്പോഴും പോറ്റിയെ പുച്ഛത്തോടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവിടെ അപ്പോൾ ഒന്നും സംഭവിച്ചില്ല എന്നതാണ് സത്യം. ആ സമയം പോറ്റിയുടെ മുഖത്ത് ഒന്നും സംഭവിക്കാത്തതിൻ്റെ സംശയമോ നിരാശയോ ആയിരുന്നില്ല. പകരം ഞങ്ങളുടെ മുന്നിൽ അയാളുടെ അഭിമാനം നഷ്ടപ്പെട്ടതിൻ്റെ പരിഭ്രാന്തി മാത്രമായിരുന്നു. തേജസാറിൻ്റെ പുച്ഛഭാവം മാറ്റാനോ അല്ലെങ്കിൽ പോറ്റിക്ക് തേജസാറിൻ്റെ മുന്നിൽ എന്തോ തെളിയിക്കാനോ എന്ന വിധേന പോറ്റി മറ്റൊരു ക്രിയ ചെയ്യാൻ തയ്യാറായി. അവിടെ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാകാതെ ഞങ്ങൾ രണ്ടുപേരും അയാളുടെ മുന്നിലിരുന്നു. ഹസ്തഹസ്തപ്രേതഭൂതഹിരാതി സ്വാഹ. ഹസ്തഹസ്തപ്രേതഭൂതഹിരാതി സ്വാഹ. ഹസ്തഭൂതപ്രേതഹിര സ്വാഹ. ഹസ്തഹസ്തപ്രേതഭൂതഹിരാതി 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 സ്വാഹ. ആത്മപ്രേതഹിര സ്വാഹ. ഭൗതികപ്രേതപ്രീതികർമ്മ രക്തപ്രീതി രക്ഷ രക്ഷ സ്വാഹ. ആത്മപ്രേതഹിര സ്വാഹ. ഭൗതികപ്രേതപ്രീതികർമ്മ സ്വാഹ. രക്തപ്രീതി രക്ഷ രക്ഷ സ്വാഹ. Azazel, serve your servant. I offer you my blood, flesh and my soul. Hasta preda Buddha hiradi swaha. Hasta preda Buddha hiradi swaha. Hasta preda Buddha hiradi swaha. നോക്കൂ.
ഇതെന്താ? ഇതെന്തത്? അയാൾ എന്തോ കുത്തി വരഞ്ഞതിന് ശേഷം ആ പുസ്തകം ഞങ്ങൾക്ക് നീട്ടി. അതിൽ നിന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷേ എന്താ ഈ പേരെവിടെയും കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഈ കേസിലെ ഒരു സസ്പെക്റ്റ് ആണ്. നമുക്കറിയാത്ത എന്തൊക്കെയാ ഭൂമിയിൽ. അപ്പൊ എൻ്റെ ഊഹം തെറ്റിയില്ല. സാറേ, നമ്മളവനെ സംശയിച്ചിട്ടുണ്ടെന്നുള്ള ശരി. പക്ഷേ അവൻ കോടതിയിൽ നിർത്തിയ തെളിവുകൾ, ഈ ഓജോ ബോർഡിൻ്റെ കാര്യമൊന്നും കോടതിയിൽ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവൻ തന്നെയാണ് പ്രതിയെന്ന് നമുക്ക് മനസ്സിലായില്ലേ? അവൻ കൊണ്ടുവന്ന തെളിവുകളെല്ലാം കള്ളമാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും. ഐ ആം ഷുവർ. എന്താ സാറേ? എന്നെ ആരും വിളിച്ചിടോ? ഞാനൊന്നും കേട്ടില്ലല്ലോ. സാറിന് തോന്നിയതായിരിക്കും. തോന്നിയായിരിക്കും. എന്നാ വാ. താൻ വരുന്നില്ലേ? സാറിന് ഇപ്പം ഈ കാര്യത്തിലൊക്കെ വിശ്വാസമായി കാണും അല്ലേ? അല്ലേ? നീ കയറ്, നമുക്ക് ബാറിൽ കയറി 2 അടിച്ചിട്ട് പോവാം. അത്ര ചെറിയ കാര്യത്തിനൊക്കെ ക്രിസ്റ്റീനെ വിളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഇനി എങ്ങാനും അവൾ അമ്മേ, ഞാൻ ഇറങ്ങി. ആ സാറേ പറഞ്ഞോ. ആ സഞ്ജയ്, താൻ തറവാട്ടിലോട്ട് വന്നാൽ മതി, ഞാനവിടെ ഉണ്ട്. സാറേ കേട്ടില്ല. എടോ, താൻ എൻ്റെ തറവാട്ടിലേക്ക് വന്നാൽ മതിയെന്ന്. ഞാൻ ഇവിടെയുള്ള. സാറ് പറഞ്ഞ നന്നായി. ഇല്ലേ ഞാൻ കോട്ടേഴ്സിലേക്ക് പോയനെ. തറവാട്ടിലെല്ലാവരും കൊല്ലത്തേക്ക് പോയിടൂ. അപ്പൊ ഞാൻ ഇന്നലെ ഇവിടെ കൂടി. നീ ഇങ്ങോട്ട് പെട്ടെന്ന് വാ. താൻ പുറകിൽ കൂടെ വന്നാൽ മതി. ഓക്കെ സാറേ, ഒരു 15 മിനിറ്റ് ഞാൻ അവിടെ എത്തിയേക്കാം. പെട്ടെന്ന് വാ. ഓക്കെ. അടുത്ത ദിവസം രാവിലെ സാറ് വിളിച്ചു പറഞ്ഞ പ്രകാരം ഞാൻ സാറിൻ്റെ തറവാട്ടിലേക്ക് പോകാനിറങ്ങി. ആ സമയത്തും കഴിഞ്ഞ രാത്രിയിലുമെല്ലാം ഇന്നലെ പോറ്റിയുടെ മുമ്പിൽ ഇരുന്നപ്പോൾ ഉണ്ടായ സംഭവത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. പോറ്റിയോടുള്ള പേടിയിൽ നിന്നും എനിക്കുള്ളിൽ അയാളെപ്പറ്റി കുറേ ചോദ്യങ്ങൾ ഉയർന്നു. പോറ്റി ആരാണ്? പോറ്റി ചെയ്യുന്നത് എന്താണ്? പോറ്റിക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നെല്ലാം. സാറേ, ഇയാളിതെവിടെ പോയി കിടക്കണു? വാതിലും തുറന്നിട്ടിട്ട്. അയ്യോ സാറേ, എന്താ ചെയ്യും? എനിക്ക് കൈയും കാലും എനിക്ക് ഉറപ്പുണ്ട് സാർ, ഇതെല്ലാം ചെയ്യുന്നത് അയാൾ തന്നെയാണ്. ചിറ്റൂർ മനയിലെ നാരായണ പോറ്റി എന്ന ബ്രഹ്മനാരായണ പോറ്റി. ഇനി ബാക്കിയുള്ള ചോദ്യം, ആരാണ് ക്രിസ്റ്റീന?